നിങ്ങൾ തന്നെ പറ, കേരളം ഇപ്പോൾ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ ഭരിക്കുന്നത്? സവർക്കറൊക്കെ മാത്രവൽക്കരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്ന് പറയുമ്പോൾ PMC പോലെയുള്ള സാധനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഈ സർക്കാർ മുട്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്ദേ മാതരത്തിന് പെർമിഷൻ കൊടുത്തിരിക്കുന്നു ഫുള്ള് പാടാനായിട്ട്. ഇത്രയും വർഷങ്ങളായിട്ട് വന്ദേ മാതരത്തിന് 2 സ്റ്റാൻസയാണ് പാടിക്കൊണ്ടിരുന്നത്. കാരണം ആ 2 സ്റ്റാൻസ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, ബാക്കിയുള്ള സ്റ്റാൻസ് വരുന്നത് ഒരു പ്രത്യേക മതത്തെക്കുറിച്ച് ആയതുകൊണ്ടും നമ്മുടെ രാജ്യം ഒരു സെക്കുലർ നാഷൻ ആയതുകൊണ്ട് അങ്ങനെ പാടേണ്ട ആവശ്യമില്ലല്ലോ. വന്ദേ മാതരത്തിന് 2 സ്റ്റാൻസിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാ മതക്കാരെയും ഈക്വലി റെസ്പെക്ട് ചെയ്തു പോകുന്ന ഒരു രാജ്യത്ത് പ്രത്യേക മതത്തിന് മാത്രം ഇതാക്കിക്കൊണ്ട് വന്ദേ മാതരം പാടേണ്ട ആവശ്യമില്ലല്ലോ. മോദി സർക്കാർ വരുന്നതിന് മുന്നേ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ കേരളത്തിൽ VD സർക്കാരും ഇതാ കൊണ്ടുവരുന്നു. VDയും മോദിയും രണ്ടും ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ചർച്ചകളൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി തന്നെ തീരുമാനിച്ചതാണ് വന്ദേ മാതരത്തിന് 2 സ്റ്റാൻസ് മാത്രം പാടിയാൽ മതി. പിന്നെ എന്തിനാണാവോ ഇപ്പം ഇത്രയും നാളിലത്തെ പുതിയ സാധനങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നത് മനസ്സിലായിട്ടില്ല. ഒരു മതേതര രാജ്യത്തിൽ അതിന്റെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാ മതത്തിനും ഈക്വൽ റെസ്പെക്ട് ചെയ്യുന്ന രീതിക്കായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിനിടെ ഡൊണേഷന്റെ പുതിയ നുണ ചീഫ് സെക്രട്ടറി പറഞ്ഞു വന്ദേ മാതരം ഫുൾ ആരംഭിക്കുന്നു. ചീഫ് സെക്രട്ടറി പോലും അറിയില്ല അങ്ങനെ ഒരു കാര്യം. ഡൊണേഷൻ എത്ര നാൾ നുണ പറഞ്ഞ ആൾക്കാരെങ്കിലും പൊടിയിടാൻ നോക്കും. ഇപ്പൊ ഈ കണ്ട സുഡാപ്പി താത്തയാണ് മുംതാസ് ഷാജഹാൻ. താത്തയുടെ വലിയ വിഷമം ഇപ്പൊ കേരളത്തിൽ ഇപ്പം നമ്മുടെ പുതിയ നിയമം വന്നല്ലോ, വന്ദേമാതരം ഫുള്ളായിട്ട് പാടണമെന്ന്. അതിന് താത്തയ്ക്ക് കുരുപൊട്ടിയ താത്ത മുംതാസ് വലിയ കൊണയടി ഇപ്പൊ വന്നിട്ട് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ BJP ആണോ, ഇതൊക്കെയാണ് താത്തയുടെ സംശയം. കേരളം ഇപ്പൊ നമ്മുടെയൊക്കെ അറിവിൽ കോൺഗ്രസ് തന്നെയാണ് ഭരിക്കുന്നത്, രാജ്യം ഭരിക്കുന്നത് BJP. ഈ താത്തയുടെ വിഷമം എന്താണെന്നറിയോ? സവർക്കറൊക്കെ ഇപ്പൊ പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കില്ലേ, അതിനാണ് താത്തയ്ക്ക് ഇപ്പൊ കുരുപൊട്ടി ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത്. സവർക്കർ എന്താന്നൊക്കെ അത് യഥാർത്ഥ ചരിത്രം പോയി പഠിക്കണം, അപ്പൊ അറിയാം സവർക്കർ ആരാണ്. ഈ സുഡാപ്പി താത്തയുടെ ഒക്കെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സവർക്കറെയൊക്കെ ചുമ്മാ നേരം പോക്കിന് വേണ്ടി ബ്രിട്ടീഷുകാർ പിടിച്ച് ജയിലിട്ടാന്ന ആൻഡമാനില്. സവർക്കർ എന്താ ചെയ്തതെന്നൊക്കെ വ്യക്തമായിട്ട് ഹിസ്റ്ററിയിലുണ്ട്. ആ യഥാർത്ഥ ഹിസ്റ്ററി സുഡാപ്പി താത്ത പഠിക്കാത്തതിന്റെ കാരണം കോൺഗ്രസും പിന്നെ ഗാന്ധി കുടുംബം എല്ലാം കൂടെ വെളുപ്പിച്ചിട്ടുള്ള ഹിസ്റ്ററിയാണ് മോള് പഠിച്ചിട്ടുള്ളത്. അതാണ് എന്റെ കുഴപ്പം. ഇന്ത്യക്കാരനായിരിക്കെ ബ്രിട്ടനിൽ പോയി ബ്രിട്ടന്റെ മണ്ണിൽ ഇരുന്ന് ബ്രിട്ടനെതിരെ പോരാടിയ ഏക വ്യക്തിയാണ് വീര സവർക്കർ. അതാദ്യം മോളൊന്ന് മനസ്സിലാക്കണം. പിന്നെ PMC ഇന്ത്യയെ നടപ്പാക്കും. യഥാർത്ഥ ചരിത്രം ഇന്ത്യയിലെ എല്ലാ ആളുകളും പഠിക്കും. അതിന് മോൾ ഇങ്ങനെ കുരുപൊട്ടിയിട്ട് കാര്യമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഈ വന്ദേമാതരം പാടാൻ തുടങ്ങിയ അന്ന് ഞമ്മന്റെ സമാധാന മതക്കാർക്ക് വന്ദേമാതരത്തിലെ 2 വരി അത് ബഹുദൈവ വിശ്വാസികളെ പറയുന്നതായതുകൊണ്ട് അവർക്ക് കുരുപൊട്ടി. എൻ്റെ മുസ്ലിം ലീഗ് അവരൊക്കെ നിർബന്ധിച്ചിട്ടാണ് കോൺഗ്രസ് ആ 2 ലൈൻസ് മാറ്റിയത്. നമ്മുടെ രാജ്യമൊക്കെ സെക്യുലർ ആണ് മോളെ, പക്ഷെ എൻ്റെ മതം സെക്യുലർ ആണോ നോക്കണം. എൻ്റെ മതത്തിനാണ് ഈ പ്രശ്നമുള്ളത്. എൻ്റെ മതത്തിൽ ഈ മുസ്ലിം ലീഗ് തന്നെ ഒരു പാർട്ടിയെ വരെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, അവരെ ആദ്യം സെക്യുലർ ആണോ എന്നൊന്ന് നോക്കണം. എല്ലാ മതക്കാരെ ഈക്വൽ ആയിട്ട് കാണുന്ന എൻ്റെ മതമെങ്കിൽ ആദ്യം നീ നിന്റെ മതത്തിലെ ഈ ബാങ്ക് വിളിയില്ലേ അത് നിർത്താൻ പറയണം. ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമൊന്നല്ലേ നീ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അങ്ങനത്തെ സെക്യുലർ രാജ്യത്ത് ഇരുന്നിട്ടാണ് നിന്റെ മതക്കാര് അള്ളാഹു അല്ല ഏക ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് 5 നേരം ബാങ്ക് വിളിച്ചുകൊണ്ട് നടക്കുന്നത് കോളാമ്പിക്കൂടെ. അപ്പൊ ഈ ഞങ്ങൾക്കൊക്കെ ചോദിക്കാനുള്ള ഈ ക്രിസ്ത്യനും യേശു ക്രിസ്തുവും മറ്റു ദൈവങ്ങളൊക്കെ എന്താ മാങ്ങ പറിക്കാൻ പോയോ? നീയല്ലേ പറഞ്ഞു ഇന്ത്യ സെക്യുലർ രാജ്യമാണ്. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി എന്തിനാണ് 2 ലൈൻസ് മാറ്റിയെന്നറിയോ? എന്റെ മതത്തിനെയും എന്റെ മത നേതാക്കളെയും സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് ഇജ്ജ് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ മതത്തിലുള്ള മത നേതാക്കളോടും മതപണ്ഡിതന്മാരോടും പോയി ആദ്യം പറ ബാങ്ക് വിളി നിർത്താൻ, മറ്റു മതങ്ങളെ ബഹുമാനിക്കണമെന്ന് പറ. എൻ്റെ മതത്തിലുള്ള ഈ ബാങ്ക് വിളി എന്ന് വെച്ചാൽ അറബിയിൽ ഭയങ്കരമായിട്ട് വിളിക്കുമ്പോൾ ആളുകളും ഓ മാഷാ അള്ളാ എന്നൊക്കെ വിളിക്കും. പക്ഷെ അതിന്റെ യഥാർത്ഥ മലയാള അർത്ഥം ഒന്ന് ഇജ്ജ് പോയി കേട്ടു നോക്ക് കേട്ടോ.